ഒടുവിൽ ചെയ്തതിനൊക്കെ പകരം അനുഭവിക്കാൻ മാങ്കൂട്ടത്തിന് സമയമായിരിക്കുന്നു. അയാളുടെ പ്രവർത്തികൾ അയാളുടെ തലയിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുന്നു. അയാളുടെ ഹൃദയത്തിന്റെ അഹന്ത അയാളെ ചതിച്ചിരിക്കുന്നു. മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികളിൽ മുഖം വികൃതമായതോടെ വേറെ വഴിയില്ലാതായപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ജാമ്യ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. കോൺഗ്രസിലേക്ക് കൊള്ളിമീൻ വേഗത്തിൽ വന്ന് കണ്ണടച്ചു തുറക്കും മുമ്പേ ഉയരങ്ങളിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ അതിഗുരുതര സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇന്ന് ആരുമല്ലാതായിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ സ്റ്റാറ്റസ് അതീവ അപകടകാരിയായ ലൈംഗിക കുറ്റവാളി എന്ന് മാത്രമാണ്. 8 ദിവസമായി ഏതൊക്കെയോ മാളങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ പോലീസ് ഈ നിമിഷവും തെരച്ചിൽ തുടരുകയാണ്. ഉടൻ തന്നെ പ്രതിക്ക് പിടിവീഴുമെന്നാണ് സൂചന. ഇനി ചോദ്യം, ഇതുവരെയും ഇപ്പോഴും ഈ പ്രതിയെ സംരക്ഷിച്ചത് ആര് എന്നതാണ്. ആദ്യം RDX റാം. ഒടുവിൽ ചീഞ്ഞു നാറി കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കിയ നേതാവിനെതിരെ സംഘടന നടപടിയെടുത്തു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ നിമിഷാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. രാഹുലിനെതിരായ പരാതികളും രജിസ്റ്റർ ചെയ്ത കേസുകളും പരിഗണിച്ച് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസ്താവനയിലെ വാക്കുകൾ. രാഹുലിന് കവചമൊരുക്കി നാണക്കേടിന്റെ പടുകുഴി തോണ്ടിയ കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി നടുനിവർത്തി നിൽക്കാം. മാങ്കൂട്ടത്തിലിനെതിരായ ബലാത്സംഗ പരാതികളും ഒളിച്ചോട്ടവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവും നടപടിക്ക് വേഗം കൂട്ടി. സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ലൈംഗിക പീഡന പരാതിയിൽ ഒരു MLA പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. കൃത്യം 1 വർഷം മുൻപ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി എന്നത് കാലത്തിന്റെ നൈതികതയായി. 8 ദിവസമായി ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനായി പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ്. രാഹുൽ ബംഗളൂരുവിൽ തന്നെ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ സ്റ്റാഫും അടക്കം 3 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിലിനായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം. രാഹുൽ കസ്റ്റഡിയിലുണ്ടെന്ന അഭ്യൂഹങ്ങൾ പോലീസ് തന്നെ തള്ളി. അതിനിടെ രാഹുലിന് കുരുക്കുമുറുക്കും വിധം 2ാമത്തെ ബലാത്സംഗ പരാതി ഉന്നയിച്ച അതിജീവിതയും മൊഴി നൽകാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അനു VS ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങളുമായി. അനു, എന്തായാലും ആ അധ്യായം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും പിടിയിലാകാമെന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്താണ് ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ? ഹർഷൻ, ഇതിൽ ഏറ്റവും ഒടുവിൽ വന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാൻ കഴിയുക നമ്മുടെ സഹപ്രവർത്തക അഞ്ജു ജയപ്രകാശിൻ്റെ വാർത്തയാണ്. അതായത് രാഹുലിനെതിരെ നമ്മൾ പുറത്തുവിട്ട അല്ലെങ്കിൽ ഒരു പരാതിക്കാരി KPCC അധ്യക്ഷൻ അയച്ച ആ പരാതിക്കാരി പോലീസിന് മൊഴി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നു. അതായത് പോലീസ് ഇന്ന് ഈ പെൺകുട്ടി അയച്ച ഇമെയിലിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മെയിൽ അങ്ങോട്ട് അയച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ തയ്യാറാണോ എന്നടക്കമുള്ളൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് താൻ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ആ 2ാമത്തെ പെൺകുട്ടി 23 വയസ്സുകാരി പോലീസിന് മറുപടി നൽകിയിരിക്കുന്നു. അതായത് രാഹുലിനെ വീണ്ടും ഒരു കുറുക്ക്, അതായത് രാഹുലിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ദുരവസ്ഥയിലേക്ക് രാഹുൽ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ പെൺകുട്ടിയുടെ മൊഴി കൃത്യമായി മൊഴി നൽകുകയും പരാതി ഉണ്ട് എന്ന് പറയുകയും ചെയ്താൽ രാഹുലിന് ഇനി മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ലാതെയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് മലയാളം വളരെ ആധികാരികതയോടുകൂടി ഇന്ന് ആ വാർത്ത നൽകുകയും ചെയ്തു. മറ്റൊന്ന്, ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ ആ ഉത്തരവ് നമ്മളാണ് ആദ്യം നൽകിയത്. അതിൽ കൃത്യമായി പറയുന്നു, രാഹുൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ്, അങ്ങേയറ്റം ഗുരുതരമായ സ്വഭാവത്തിലുള്ള കൃത്യങ്ങളാണ് ഈ പ്രതി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ജാമ്യം നൽകിയാൽ, അറസ്റ്റ് തടഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള കാര്യവും ഇന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതായത് പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്ത് രാഹുൽ കോടതിയിൽ നിരത്തിയ എല്ലാ വാദങ്ങളും കോടതി ഇന്ന് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടന്നത്. ഏറ്റവും ഒടുവിൽ രാഹുലിനായി വല വിരിച്ചിരിക്കുകയാണ് കേരള പോലീസ്. അത് കേരളത്തിനകത്തും പുറത്തും രാഹുൽ കീഴടങ്ങുമെന്നുള്ള വാർത്തകൾ വരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം കർണാടകയിൽ രാഹുലിന് കിട്ടുന്ന അങ്ങേയറ്റത്തെ സഹായം, അത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായം ലഭിക്കുന്നുണ്ട്.
അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് മാഫിയകളുടെ സഹായം ലഭിക്കുന്നുണ്ട്. ഈ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഒളിയിടങ്ങളിൽ റിസോർട്ടുകളിലാണ് രാഹുൽ താമസിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ഏതായാലും കേരള പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് രാഹുലുണ്ട്. ഉടൻ തന്നെ പിടിവിടുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സൂചനകൾ. റൈറ്റ്. ഉന്നത കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മലയാളി, അയാളുടെ വലിയ പിന്തുണയുണ്ട് എന്നും അയാളുടെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുമുള്ള വിവരങ്ങൾ എന്തായാലും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകളിൽ ലഭ്യമാകും, വരുന്ന നിമിഷങ്ങളിൽ ലഭ്യമാകും എന്ന് കരുതാം. നമുക്ക് ഒപ്പം ഇതിൻ്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന സംഭവങ്ങൾ, അതിലേക്ക് കൂടിപ്പോയതിനു ശേഷം തിരിച്ചു വരാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രധാന പ്രതികരണങ്ങൾ കൂടി നമുക്ക് കണ്ടുവരാം. വാക്കുകളിലേക്ക്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ 2-3 മാസമല്ല. എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും ഒരുപോലെ അത് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല. പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട്. ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി, അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കാര്യം ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു, പരിഗണിച്ചു. എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാർട്ടി MLA സ്ഥാനം കൊടുത്തതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്തിന് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ്. സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും മാന്യതയും ഉയർത്തിപ്പിടിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി ഞാനിതിനെ കാണുകയാണ്. കോൺഗ്രസ് ടിക്കറ്റിലാണ് അത്. MLA സ്ഥാനം ഇനിയിപ്പോൾ 2-3 മാസക്കാലത്തേക്കാണുള്ളത്. ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്. അത് ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. റൈറ്റ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുമാണ് കോടതി പറഞ്ഞത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നും കോടതി പറഞ്ഞു. മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത് പ്രോസിക്യൂഷൻ പരാമർശിച്ചെങ്കിലും അത് പരിഗണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ബലാത്സംഗവും കുറ്റകൃത്യവും നടന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളും ഹാജരാക്കി. നിർബന്ധിത ഭ്രൂണഹത്യ നടത്തിയതിന് തെളിവുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 23-കാരി നൽകിയ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു. യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് എന്നാണ് വാദം. ഭ്രൂണഹത്യ നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഫോൺ വിളികളും ചാറ്റുകളും റെക്കോർഡ് ചെയ്തും സ്ക്രീൻഷോട്ട് എടുത്തും സൂക്ഷിച്ചത് ഗൂഢോദ്ദേശത്തോടെയായിരുന്നു. 2006 പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് പഠനകാലത്ത് ആണ് രാഹുൽ KSUവിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ ആദ്യഘട്ടത്തിൽ I ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് A ഗ്രൂപ്പിലെത്തിയ രാഹുൽ 2009 മുതൽ 2017 വരെ KSUവിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2017 KSU ജില്ലാ പ്രസിഡന്റായെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഒഴിയേണ്ടി വന്നു. 2017-18 സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2018 മുതൽ 21 വരെ NSUവിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, KPCC അംഗം എന്നീ ചുമതലകളിലും രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. 2023 സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചാനൽ ചർച്ചകളിലൂടെ രാഹുൽ ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഷാഫി പറമ്പിലിനും തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെട്ടെന്നുള്ള രാഷ്ട്രീയ വളർച്ചയിൽ ഷാഫി പറമ്പിലിന് വലിയ പങ്കുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി കൈവിടാതെ തന്നെയാണ് വടകര MP നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ നിലപാടിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കടുത്ത അതൃപ്തിയിലുമാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സനീഷ്, എന്തായാലും ഈ ദിവസം എന്ന് പറയുന്നത് സംഭവബഹുലമായിരുന്നു. ഇനിയിപ്പോൾ അറസ്റ്റ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് എന്നതാണ് വാസ്തവം. സഹായികളെ പിടികൂടിയിട്ടുണ്ട്. സഹായികളിൽ നിന്നുള്ള വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്കും എത്തുമായിരിക്കും. അവസാന നിമിഷം വരെ കോൺഗ്രസും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഇന്നലെ തന്നെ ഇത് തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഈ മുൻകൂർ ജാമ്യം തള്ളി എന്ന തീരുമാനം വന്ന് 3-ാമത്തെ മിനിറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി എന്ന പ്രഖ്യാപനവും വരുന്നത്. വളരെ നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ തീരുമാനം എടുത്തതിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യാം. എന്തു തോന്നുന്നു? നിശ്ചയമായിട്ട് ഈ പറഞ്ഞ ഹർഷണം പറഞ്ഞു നിർത്തിയ കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ, സീരിയസ് ആയിട്ട്. അതായത് കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ കൂട്ടത്തിലെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റായിട്ടൊക്കെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പുറത്താക്കിയിരിക്കുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം എന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ അനുമോദിക്കാനുള്ള ഒരവസരമായിട്ട് തന്നെയാണ് നിശ്ചയമായിട്ടും ഈ രാഷ്ട്രീയ കേരളം, സാമൂഹ്യ കേരളമാകെ തന്നെ ഈ സമയത്ത് എടുക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ ഇയാൾ. അതെ. അപ്പോൾ അഭിനന്ദിക്കുന്ന കാര്യവും അനുമോദിക്കുന്ന കാര്യവും വരുമ്പോൾ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ അവരെ അഭിനന്ദിക്കണം. കാരണം അവർക്ക് ദൈവാധീനമുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിക്കൊപ്പം ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സംഭവം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അവരങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പൂർണ്ണമായിട്ട് ഉണ്ടായി പോകില്ല. കാരണം അവരോടൊപ്പം ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടൊരു ദിവസം. ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെയൊന്നും പിടിക്കപ്പെടാതെ കുറേയേറെ മുന്നോട്ട് പോയേനെ. അയാൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുഖമായിട്ട് മാറിയനെ. എല്ലാ വിധത്തിലുള്ള അയാൾക്ക് അനുകൂല നിലയുണ്ടായിരുന്നു. അയാൾ കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തിനകത്ത് നിന്നാണ് വരുന്നത്. വളരെ ചെറിയ പ്രായമാണ്. അയാൾ വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിച്ചത്. വലിയ സംഘാടകനായി ആണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. വലിയ തോതിലുള്ള വർത്തമാനം പറയാൻ അയാൾക്കറിയാമായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കാൻ, അതിപ്പോൾ ഏറ്റവും മുതിർന്ന നേതാക്കളെ അടക്കം കണ്ണിൽ ചോരയില്ലാതെ ഹിംസിക്കാൻ നാക്കുകൊണ്ട് അയാൾക്ക് പറ്റുമായിരുന്നു. അയാൾ ഈ പറയുന്നത് പോലെ ദീർഘമായിട്ടുള്ള കാലം കരിയർ അയാൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വീണില്ലായിരുന്നെങ്കിൽ അയാൾ കോൺഗ്രസിനെ നയിക്കുന്ന ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ആയിട്ടുള്ള നേതാവായിട്ട് പോലും മാറിയേനെ ഈ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ. നോക്കൂ, ഇത്രയ്ക്ക് രോഗാതുരമായിട്ടുള്ള ക്രിമിനൽ മനസ്സിലൊരു നേതാവ് നയിക്കുന്ന ഒരു സംഘടന ഏത് നിലക്കായിരിക്കും കേരളത്തിലൂടെ അതിൻ്റെ പദയാത്ര നടത്തുക എന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത ആളുകൾക്കടക്കം മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ ധാർമ്മികതയിൽ അടിയറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതെന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളിലൂടെ പോയാലും കോൺഗ്രസിന് ആത്യന്തികമായിട്ട് അവരുടെ വേര് അവിടെയാണ്. ഏതൊക്കെ തരത്തിൽ അതിൻ്റെ മുകളിലേക്ക് ചില കൊമ്പുകളിലെങ്കിലും വിഷക്കായികൾ വിരിഞ്ഞാലും അതിൻ്റെ വേര് മഹാത്മാഗാന്ധിയിലും ജവഹർലാൽ നെഹ്റുവിലും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ധാർമ്മികതയുള്ള ഒരു പാർട്ടി ഇത്രമാത്രം മോശക്കാരനായിട്ടുള്ള ഒരാളെയും കൊണ്ട് കുറേ കാലം കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതെന്തുമാത്രം വലിയ ദോഷം ആ പാർട്ടിക്കുണ്ടാക്കിയനെ, ആ പാർട്ടി വഴി കേരളത്തിനാകെ ഉണ്ടാക്കിയനെ. ഇത്രയ്ക്ക് ദോഷകരമായുള്ളൊരു പാർട്ടിയാണ് എന്നതുകൊണ്ട് ഒരുപക്ഷെ അത് ഇടയ്ക്ക് വെച്ച് കേരളം അതിനെ കൈയൊഴിഞ്ഞേനെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേനെ. പക്ഷേ അതൊന്നുമില്ലാതെ അയ്യപ്പസ്വാമി ഈ കോൺഗ്രസ് പാർട്ടിയെ കാത്തു. അയ്യപ്പസ്വാമി ഈ കോൺഗ്രസ് പാർട്ടിയെ കാത്തു എന്ന് പറയുമ്പോൾ നമ്മളവരെ അഭിനന്ദിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഏറ്റവും ഒടുവിൽ വരെയും ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വന്നില്ലേ? കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളായ കെ സുധാകരൻ അവസാനം വരെയും കൈനീട്ടി കൊടുത്തില്ലേ? ഈ അടൂർ പ്രകാശ് ഈ കേരളത്തിൽ UDF LDF എന്ന് 2 മുന്നണികളായിട്ട് തിരിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ കേരളത്തെ ഇത്രയും കാലം ഭരിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയായിട്ടുള്ള UDFൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന ആൾ തന്നെയും ഏറ്റവും ഒടുവിൽ പോലും ഇയാൾക്ക് കൈനീട്ടി കൊടുത്തില്ലേ? മറ്റ് സണ്ണി ജോസഫ് ഈ പറയുന്ന പോലെ ഉറച്ച നിലപാടെടുക്കാതെ നിന്നില്ലേ? അതിനകത്തുള്ള പെൺകുട്ടികളടക്കമുള്ള ആൾ, സ്ത്രീകളായുള്ള നേതാക്കളടക്കമുള്ള ആൾ വന്നിട്ട് ഇത് മാറ്റൂ എന്ന് പറഞ്ഞതിന് ശേഷം പോലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നില്ലേ? ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിലുള്ള മെൻറ്ററായിട്ടുള്ള ആൾ ദീർഘകാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാൾ കുഴപ്പക്കാരനാണ് കേട്ടോ എന്ന് സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കൾ പറഞ്ഞപ്പോൾ അയാൾക്ക് കൈനീട്ടി കൊടുത്തില്ലേ? അപ്പോൾ അപകടത്തിൻ്റെ വക്കിലൂടെയായിരുന്നു കോൺഗ്രസ് പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏത് ഘട്ടത്തിലും ഈ പറയുന്ന സംഗതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലേക്ക്, എന്ന് വെച്ചാൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ, ഒരു ലൈംഗിക കുറ്റവാളിയുടെ അതിദുരൂഹവും അതിനിന്ദ്യവുമായിട്ടുള്ള മനോവ്യാപാരങ്ങളുള്ള ഒരു രോഗാതുര കുറ്റവാളിയുടെ കയ്യിലേക്ക് ഈ പാർട്ടി തന്നെയും പോയേനെ. അതിൽ നിന്ന് അയ്യപ്പസ്വാമിയും ദൈവവും ഈ സംഗതിയെ കാത്തു. ഞാൻ പറയുന്നത് ദൈവം കാത്തു എന്ന് ആവർത്തിച്ച് പറയുന്നത് ഇത് മനുഷ്യർ കാത്തതല്ല. ഇവരാരെങ്കിലും കാക്കാൻ തയ്യാറായോ? നമ്മൾ VD സതീശൻ സ്ട്രോങ് ആയിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിന് ശേഷം വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു. അതിനകത്ത് സ്ത്രീകളെല്ലാം വന്ന് പറഞ്ഞു. ശരിയാണ്, വലിയൊരു ഭാഗം ആളുകൾ ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്, ശക്തിയുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ കയ്യിലായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ VM സുധീറിനെ പോലെ പ്രധാനപ്പെട്ട ആദർശ
ആത്മകനായിട്ടുള്ള മുതിർന്ന നേതാവ് എന്ന പേരുള്ള ആൾ വന്നപ്പോൾ പറഞ്ഞപ്പോൾ പോലും അതിനെ തള്ളിക്കളയാനായിരുന്നു അടൂർ പ്രകാശം പോലുള്ള ആളുകളുടെ മനോവ്യഗ്രത. അപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാനുള്ള ശക്തിയുള്ള നേതാക്കളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് അപ്പോഴും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നിടത്താണ് ഞാൻ പറഞ്ഞത് ഈ വക്കിലൂടെയായിരുന്നു കാര്യങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് വീണു. പക്ഷേ വീണതിൽ ഈ ദൈവാധീനം എന്നും ദൈവത്തിൻ്റെ പങ്കാളിത്തമുണ്ട് എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കുന്ന ആ പ്രത്യേകമായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ പെൺകുട്ടികളുടെ പരാതിക്കാരായ പെൺകുട്ടികളുടെ അങ്ങേയറ്റം ഉറച്ച നിലപാട് എന്ന സംഗതി നമ്മൾ കാണുന്നത്. നോക്കൂ, ആ പെൺകുട്ടി ഒന്നാമത്തെ അതിജീവിത എന്ന് വെച്ചാൽ അങ്ങേയറ്റം സ്നേഹത്തോടെയും പ്രണയത്തോടെയും ഈ കോടതിയുടെ രേഖയിൽ ജാമ്യ ഹർജിയിൽ അതുണ്ട്. അതായത് ആദ്യത്തെ തിരിച്ചടികൾക്ക് ശേഷം പോലും ഇയാൾക്കപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് തന്നെ ജാമ്യ നൽകിക്കൊണ്ടുള്ള ഉത്തരവിലുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് കിട്ടുമെന്ന് ആദ്യത്തെ തിരിച്ചടികൾക്ക് ശേഷം പോലും വിചാരിച്ചിരുന്നൊരു പെൺകുട്ടിയായിരുന്നു ഈ കുട്ടി. ആ കുട്ടി അറിയില്ല ഇതുപോലെ ഒരുപാട് ആളുകളെ ഇയാൾ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടി അറിയില്ല. അപ്പോൾ അവരുടെ ഹൃദയവേദനയിൽ നിന്നുണ്ടായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പരാതിയിലേക്ക് പോയത്. നോക്കൂ, അതിശക്തമായിട്ട് എങ്ങനെയാണ് ആ പെൺകുട്ടി ആക്രമിച്ചതെന്ന് നമുക്കറിയാലോ. ഇത് പറയുമ്പോൾ ഒറ്റ വരി കൂടെ പറയാം, ഹർഷനിലേക്ക് കൂടെ നമുക്ക് സമയമുണ്ട്, എന്നാലും ഞാൻ പറയാം. അതായത് പഴയ സത്യൻ നസീർ സിനിമകളുടെ കാലത്ത് 2 ട്രാക്ക് ഉണ്ടാവും എപ്പോഴും. ഒരു ട്രാക്ക് സത്യനോ നസീറോ നായകനായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ട്രാക്ക്, രണ്ടാമത്തെ ട്രാക്ക് ബഹദൂറും ബാസിയുമുള്ള ഒരു കോമഡി ട്രാക്ക് അടുക്കളയുടെ ഭാഗത്തൊക്കെയാണ് മിക്കവാറും സാധാരണഗതിയിൽ ആ സിനിമകളിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ഉണ്ട്. പക്ഷേ 2 ട്രാക്ക് ഉണ്ട്, ഒന്ന് സീരിയസ് ട്രാക്ക്, ഒന്ന് കോമഡി ട്രാക്ക്. സീരിയസ് ട്രാക്കിലെ നായകന്മാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ആയിരുന്നു ഈ കേസിൽ. ഈ കോമഡി ട്രാക്ക് ഇപ്പുറത്ത് രാഹുൽ ഈശ്വർ വേറൊരു കോമഡി ട്രാക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കോമഡി ട്രാക്കിന് പോലും അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം. അതെങ്ങനെയാണ് ഈ പെൺകുട്ടി ആക്രമിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടന്നിട്ട് ഈ പെൺകുട്ടി വന്നു. കേരളം, രാഷ്ട്രീയ കേരളവും രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത കേരളവും കൈ ഉയർത്തിയിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ തല താഴ്ത്തി എന്നിട്ട് അഭിവാദനം അർപ്പിക്കേണ്ടുന്ന സമയമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രാഷ്ട്രീയ കേരളത്തെയാണ് അവർ രക്ഷിച്ചത്. അവരുടെ പരാതിയിലൂടെ ഈ പാർട്ടിയെയും കൊണ്ട് ഇയാൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഇയാൾ നേതാവായി മാറിയിരുന്നെങ്കിൽ എന്തുണ്ടായേനെ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവിടെ നിന്ന് ആ പെൺകുട്ടി രക്ഷിച്ചു. പിന്നീട് വന്ന ആളുകളെല്ലാം, അതായത് സജ്ന ബി ഷാജൻ, നമ്മൾ അടുത്ത വിഷയത്തിലത് പോവും, ആ നേതാവിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതായത് അവർ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളൊന്നുമല്ല. സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ, മുതിർന്ന വനിതാ നേതാക്കളടക്കം വന്നപ്പോൾ ഇവരുടെ ആക്രമണത്തിൽ നിശബ്ദരായിട്ട് മാറി. ഈ കുട്ടി പക്ഷേ ഒരു പ്രാദേശിക നേതാവാണ്. അവരതിനുശേഷമൊന്നും എവിടെയും കണ്ടിട്ടില്ല. അവരപ്പോഴും വോട്ട് പിടിക്കാനായിട്ട് ഓടി നടക്കുന്ന ഫോട്ടോ ആണ് അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇപ്പോൾ ഉള്ളത്. അവർക്ക് നാളെ എന്താണ് ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന വിധി എന്ന് എനിക്കറിയില്ല എന്ന് അവർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അവർ ഉറച്ചു നിന്നു. അപ്പോൾ ഈ പരാതി കൊടുത്ത ആളുകൾ, ആ പരാതിക്ക് പിന്തുണ നൽകിയ ആളുകൾ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഇതിനകത്ത് കയറിയിട്ട് വല്ലാത്ത തോതിൽ പൊളിറ്റിക്സ് ഒന്നും കളിക്കാതിരുന്ന, ഇത് അതിൻ്റെ വഴിയിലൂടെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ച മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ, CPM-ൻ്റെയും BJP-യുടെ നേതാക്കൾ അവർ എതിർത്തുകൊണ്ടിരുന്നു. പക്ഷേ വല്ലാത്ത തോതിൽ കുഴപ്പത്തിലേക്ക് ആക്കണ്ട എന്ന് വിചാരിച്ചു. ഒപ്പം ഒരു പങ്ക് നമുക്കുള്ളതാണ്, മാധ്യമങ്ങൾക്ക്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് തന്നെയും ഈ കാര്യത്തിൽ ഇടപെട്ടു. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരാളിൻ്റെ, ഒരു നേതാവിൻ്റെ കുഴപ്പം എന്ന് കാണാവുന്നതേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ളൊരു നേതാവിൻ്റെ കുഴപ്പമാണ്. കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യനുണ്ടായ കാലം തൊട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്യുന്ന മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെയുണ്ട്. സാധാരണഗതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെ കുറ്റകൃത്യം ഒരു അസാധാരണമായ പ്രത്യേകമായ സാഹചര്യത്തിൽ ചെയ്യും എന്നതും നമുക്കറിയാം. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റകൃത്യം ചെയ്യുന്ന മനുഷ്യൻ എന്നതല്ല, ഒരു കുറ്റകൃത്യം മുന്നിൽ നടക്കുമ്പോൾ മറ്റ് മനുഷ്യർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടേത് സംബന്ധിച്ചാവുമ്പോൾ അവരുടെ ധാർമ്മികതയുടെ വലുപ്പം എന്താണെന്ന് അളക്കുന്ന ഒരു അളവുകോലായിട്ട് മാറും അത്തരം സാഹചര്യങ്ങൾ. കോൺഗ്രസ്സുകാർ ആലോചിക്കട്ടെ, അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങേയറ്റം ധാർമ്മികത, നമ്മൾ നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധി തൊട്ടുള്ള മഹാരഥന്മാരുടെ ഈ പാർട്ടി അവരുടെ ധാർമ്മികതയുടെ പൂർണ്ണമായ അളവുകോൽ വെച്ചാണോ ഈ സാഹചര്യത്തെ നേരിട്ടതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആലോചിക്കട്ടെ, കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കട്ടെ. അവരുടെ നേതാക്കളിൽ ആരൊക്കെയാണ് അങ്ങനെ ധാർമ്മികമായിട്ടുള്ള സംഗതി ചൂണ്ടിക്കാണിച്ചത് എന്നവർ ആലോചിക്കട്ടെ. മറ്റേത് ഈ രോഗാതുര മനസ്സുള്ള കുറ്റവാളി, മറ്റേ ആ സിനിമയിൽ നരേന്ദ്രപ്രസാദിനോടോ മറ്റോ പറയില്ലേ സുരേഷ് ഗോപി, അതായത് എന്താണ്, ഒരു കുറ്റവാളിക്ക് സന്യാസിയാകാം പക്ഷേ ഒരു സന്യാസി കുറ്റവാളി, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, എനിക്കിപ്പോൾ അത് പെട്ടെന്ന് വരുന്നില്ല. അതുപോലെ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ വീണേനെ, അത് രോഗാതുര മനസ്സുള്ള ഒരാളാണ്. ഇയാളിനി ഇനി അയാൾ പുറത്തേക്ക് ഏതെങ്കിലും തലത്ത് നേതൃസ്ഥാനത്തേക്കൊന്നും വരികയില്ല, അതിന് 100% ഉറപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും. ഇയാൾ എന്തെങ്കിലുമായിട്ട് വീണേനെ. പക്ഷേ അങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ നടക്കുമ്പോൾ, രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത അത്രക്ക് വലുത് അസാധാരണമായ വിധത്തിൽ ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ നടക്കുമ്പോൾ, 21 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ അവരുടെ പരാതികളും ആവലാതികളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഹേ മനുഷ്യ, ഹേ നേതാവേ എന്ന് രാഷ്ട്രീയ കേരളം ഇവരോട് ചോദിക്കും. അപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ രാജ്യമുണ്ടായ കാലം തൊട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടി നല്ല നിലക്കാണോ ഇതിനോട് പെരുമാറിയത് എന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നേതാക്കളും ആലോചിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു 20% മാർക്ക് പോലും
ഈ യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ്സുകാർ, സാധാരണ കോൺഗ്രസ് ധാർമ്മികതയുള്ള മനുഷ്യർ ഈ നേതാക്കളിൽ പലർക്കും കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഹർഷ. തീർച്ചയായും അത് തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായും പറയാനുള്ളത്. ശരിക്കും ഇതിനോട്, അതായത് ചരിത്രത്തിൽ ഈ സ്വഭാവത്തിലുള്ള നേതാക്കന്മാരൊക്കെ വേറെയും ഉണ്ടായിട്ടുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ ഈ കാലത്ത് ഇങ്ങനൊരു നേതാവില്ല. ഈ കാലത്ത് ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാവാനും പാടില്ല. മാത്രമല്ല ഈ കാലമായതുകൊണ്ട് എൻ്റെ ഒരു തോന്നലാണ്, ഈ കാലമായതുകൊണ്ടാവാം അതിജീവിതകൾ ഈ ഒരു തരത്തിൽ മുന്നോട്ട് വന്നതും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പെരുമാറുന്ന നേതാക്കളുണ്ടായാൽ, ഇങ്ങനെ പെരുമാറുന്ന വ്യക്തികൾ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ മട്ടിൽ തന്നെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഇവരൊക്കെ പോകുന്നത് നല്ലതാണ്. കാരണം ഈ വ്യക്തിബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങനെ ഈ കാട്ടാവുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഈ വിഷയത്തിലുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല. അത്തരം കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്, നമുക്കാർക്കും അറിയാത്തതല്ല. അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട്, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അല്ല, അതിനോട് സമീകരിക്കാവുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. ഇപ്പോൾ കോൺഗ്രസ് ഒരു സംഘടന എന്ന നിലയ്ക്ക് പ്രതിരോധിക്കാൻ പല ആളുകളെയും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, മറ്റു പല നേതാക്കന്മാർക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ അവർ ചെയ്യട്ടെ, കാരണം അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കാം, പൊതുസമൂഹം അത് ചർച്ച ചെയ്യട്ടെ എന്ന് തീരുമാനിക്കാം. പക്ഷേ അതൊന്നുമായി താരതമ്യം ചെയ്യാവുന്ന വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതിങ്ങനെ പറയാൻ കാരണം, ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചതിന്? ചില മാധ്യമങ്ങൾക്ക് അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ പൊതുവെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അത് പൊതുസമൂഹവും അറിയേണ്ട കാര്യമുണ്ട്. കാരണം അത്രയധികം മാധ്യമ പ്രവർത്തകർക്ക് ഇയാൾ തോന്നിയാസം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രയധികം മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയാസം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് അയാളത് ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ട്, ബിസിനസ്സുകാർക്ക് അയച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് അയച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് ബഹുഭൂരിപക്ഷത്തിന് അറിയുകയും ചെയ്യാം. ഇത് മെസ്സേജ് അയച്ചു എന്നുള്ളത് ഒരു വലിയ കുറ്റകൃത്യമായി അല്ല പറയുന്നത്. പക്ഷേ അയാളുടെ ലക്ഷ്യം ഇതായിരുന്നു, അയാളുടെ ചൂണ്ട ഇതാണ്. അതായത് ഈ നിലയ്ക്ക് ഉൾപ്പെടുന്ന ആളുകൾ അതിജീവിതകൾ ആരാണെന്നുള്ളത് ഏതാണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ പാലിച്ച ഒരു കാര്യം, പരമാവധി അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആരുടെയും വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനും ഒക്കെയുള്ള ഒരു കരുതൽ മാധ്യമങ്ങളും സ്വീകരിച്ചു. കാരണം മാധ്യമങ്ങൾ ഈ ചീത്ത ചെയ്യുമ്പം, തെറ്റ് ചെയ്യുമ്പോൾ, തോന്നിവാസം കാണിക്കുമ്പോൾ നല്ല വിമർശനം നേരിടുന്നവരാണല്ലോ. അപ്പം ചില കാര്യങ്ങൾ തരക്കേടില്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് ആദ്യന്തം സ്വീകരിച്ചു. വളരെ അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ, 1-2 മാധ്യമങ്ങൾ ഒഴിച്ചാൽ അതെ ഒന്ന് എന്ന് ഉറപ്പിച്ച് പറയാവുന്നത്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കാര്യത്തിൽ അത് അങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്. ഒരൊറ്റ മാധ്യമം ഒഴികെ ബാക്കി എല്ലാവരും വളരെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഡേറ്റർക്കെതിരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. ആ കാര്യം ആദ്യം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നമുക്കിതിനോട് സമീകരിക്കാവുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളത്, അതും പൂർണ്ണമായും ഇതിനോട് യോജിച്ചു പോകുന്ന സംഗതി അല്ല എങ്കിൽ പോലും പറയാവുന്നത്, ഈ മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളായി നിൽക്കുന്നു, ധാരാളം പ്രൊഡ്യൂസേഴ്സൊക്കെ നിൽക്കുന്നു. പക്ഷേ അതിനിടയിലൂടെ പെട്ടെന്ന് ദിലീപ് കടന്നു വരികയും ഏറ്റവും ഉഗ്രപ്രതാപിയായി മാറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിന്ന് താഴേക്കൊരു വീഴ്ചയില്ലേ? ആ വീഴ്ച എങ്ങനെയാണ്? അതായത് മലയാള സിനിമയിൽ എന്തും ചെയ്യാൻ പറ്റുന്നയാൾ എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ദിലീപ് താഴേക്ക് വീഴുന്നത്. രാഷ്ട്രീയത്തിൽ മോഹൻലാലിനും മുകളിലാണ്. തീർച്ചയായും ബിസിനസ്, സിനിമാ ബിസിനസ്സിൽ ആ ഘട്ടത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ തന്നെയാണ്. ആ ഘട്ടത്തിൽ ആ ബിസിനസ്സിൽ ദിലീപിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അയാളുടെ ഇടപെടൽ ശേഷി, ആ അവസ്ഥയിൽ നിന്നിട്ടാണ് താഴോട്ട് വീഴുന്നത്. ഏതാണ്ട് അതാണ് ഈ വീഴ്ചയെ നമുക്ക് കാണാൻ കഴിയൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയെ അതിനോടെ സമീകരിക്കാൻ നമുക്ക് തൽക്കാലം കഴിയും. എങ്ങനെയാണ് കാര്യം? ഈ KSUവിന് ധാരാളം സെക്രട്ടറിമാരുണ്ട്, KSUവിന് ധാരാളം പ്രസിഡന്റുമാരുണ്ട്, പലതലത്തിൽ ധാരാളം പേരുണ്ട്. കാരണം എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് പ്രവർത്തകരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്ഥാനം കൊടുക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഇവർക്കൊക്കെ സ്ഥാനങ്ങൾ പലർക്കും കിട്ടും. അങ്ങനെ തന്നെ വളർന്നുണ്ട്. ഓരോ സംഘടനയ്ക്ക് ഓരോ രീതിയാണല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനു മുമ്പ് ആർക്കും അറിയുന്ന ആളൊന്നുമല്ല. ആകെപ്പാടെ അറിയാവുന്നത് പത്തനംതിട്ടയിലൊരു മുണ്ടിന് തീ പിടിച്ച് ഓടുന്ന ഒരു വിഷ്വലാണ് ആകെപ്പാടെ ജനങ്ങൾക്ക് മുന്നിലുള്ളത്. പക്ഷെ പിന്നീട് വരുന്നത് എപ്പോഴാണ്? 2021. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു സഹപ്രവർത്തകർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് ടെലിവിഷൻ ചർച്ചകളിൽ വന്നു തുടങ്ങുകയാണ്. വലിയ പരാജയം ഈ കോൺഗ്രസിന് സംഭവിക്കുന്നു 2021 തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം നടക്കുന്ന ചർച്ചകളിൽ വളരെ അഗ്രസീവായി കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന് സംസാരിക്കുന്നു. മര്യാദയില്ലാത്ത ഭാഷയിൽ തന്നെ അങ്ങോട്ട് ആഞ്ഞടിക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസ്സുകാർക്ക് തോന്നും, ഇവൻ
കൊള്ളാം. കാരണം ഇങ്ങനെയുള്ള പരാജയത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ശക്തമായി സംസാരിക്കാൻ എനിക്ക് ഒരാളുണ്ടല്ലോ. തോന്നുന്നു ഹർഷനാണ് ആ സമയത്ത് ആദ്യമായിട്ട് ഇയാൾ പ്രവചിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മോശം രാഷ്ട്രീയക്കാരൻ. 2023 അതെ, അതെ. അത് 2021 ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇയാൾ കൊള്ളാം എന്നാണ് ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സഹപ്രവർത്തകർ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കോൺഗ്രസ് അനുഭാവ മനോനിലയുള്ളയാളാണ്, കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, ഞാൻ ആ രാഹുലിൻ്റെ ചർച്ച ഇരുന്ന് കാണും, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു തൊടുന്യായം രാഹുലിന് പറയാനുണ്ടാവും, പറഞ്ഞു വെക്കാനുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച ഇരുന്ന് കാണുന്നത്. അതെങ്ങനെയാണ്? ആ സമയത്ത് അതുവരെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന, പ്രവർത്തകർക്ക് മുന്നിൽ നിന്നിരുന്ന നേതാക്കന്മാരെല്ലാം പിൻവലിഞ്ഞു. കാരണം ആ പരാജയത്തിൻ്റെ മുഴുവൻ പാപഭാരവും ഇവരുടെ എല്ലാം തലക്കടിച്ചു. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവിനെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാവിനെ വഴിയിലിട്ട് വലിച്ചു കീറി ഇവർ. അതുപോലെ അസഭ്യവർഷം വന്നു. അപ്പോഴാണ് അവർ പിൻവാങ്ങുമ്പോഴാണ് ആ സ്പേസിലേക്ക് ഇതാ ചെറുപ്പക്കാരായ യുവ നേതാക്കൾ കടന്നു വരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇയാൾ വരുന്നത്. അയാളെ കൈപിടിച്ച് ഷാഫി പറമ്പിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് ഷാഫി പറഞ്ഞതുപോലെ പുതിയ നേതാക്കൾ വരുമ്പോൾ ഞാൻ കൊണ്ടുവരണമല്ലോ, എനിക്ക് സംഘടനയിൽ നിന്ന് കിട്ടിയ സൗഹൃദമാണ് എന്ന് ഷാഫി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബാക്കി ചില കാര്യങ്ങളുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ നമ്മൾ അങ്ങനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. 2023 ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്ത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചർച്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടുന്ന് 2023 ആകുമ്പോഴേക്ക് ഇയാൾക്ക് എല്ലാ മര്യാദയുടെ എല്ലാ സീമയും ലംഘിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു പ്രായമായ ആളാണ്, ചിലപ്പോൾ ഏതെങ്കിലും CPM അനുഭാവിയായിരിക്കാം, എന്തായാലും അതെനിക്കറിയില്ല, പക്ഷേ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതായത് അയാൾ പറയുന്നുണ്ട്, എടാ കരുണാകരാന്ന് ഞാൻ കേട്ടിട്ടില്ല, എടോ ആന്റണി എന്ന് ഞാൻ കേട്ടിട്ടില്ല, എടോ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ എടാ വിജയ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടാണ്. ഇയാൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് കേട്ട ബൈറ്റ് എന്താണെന്ന് വെച്ചാലേ, എന്തോ സെക്രട്ടറി എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ആ മരപ്പട്ടിയേക്കാൾ അങ്ങനെ ഒരു മരപ്പട്ടി ചേർത്ത് വെച്ചിട്ട് പിണറായി വിജയനെ പറയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മര്യാദയില്ലാത്ത ഭാഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഈ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, ആ പഴഞ്ചൊല്ല് ഇവിടെ പറയുന്നില്ല, കാരണം ഈ അമ്മാവൻ മറ്റേ മരത്തിൽ നടന്ന് മരുമകൻ വേറെ രീതിയിലാണ്. ആ രീതിയിലാണ് ഇയാളിങ്ങനെയാണല്ലോ, നേതാവ് ഈ മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. നേതാവിന് ഇത്രയും മര്യാദ കെട്ട ഭാഷയാണ്. അപ്പോൾ പിന്നെ നേതാവിൻ്റെ ശിഷ്യന്മാരെങ്ങനെയാണ് പറയുക? അതോടെയാണ് ഇതൊരു തെറിസംഘമായി മാറിയത്. തെറിസംഘം അത് ഏറ്റവും കൃത്യമായി എനിക്ക് അനുഭവപ്പെട്ടത്, കാരണം സനീഷ് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഇയാളൊരു മോശം രാഷ്ട്രീയക്കാരനാണ്. ഞാൻ സഭ്യമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. ഇയാളൊരു മോശം രാഷ്ട്രീയക്കാരനാണ്. ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഒത്തിരി മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പറയാതിരിക്കും? അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 2023 ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകം നടക്കുമ്പോൾ ധീരജ് രാജേന്ദ്രനെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ അന്ന് മണിക്കൂറുകൾക്ക് ഇപ്പുറത്ത് ഇയാൾ വന്നിരുന്ന് പറയുകയാണ്, അത് 3 ഇഞ്ച് ആഴമുള്ള കുത്തു മാത്രമാണ്, ആ കുത്തുകൊണ്ടല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്, പിന്നെ ധീരജ് രാജേന്ദ്രൻ ഗുണ്ടയാണ്. ഇതൊക്കെ പരസ്യമായി ചാനലിൽ വന്നിട്ട് ഇങ്ങനെ എന്താണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി. കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇമാതിരി മര്യാദ കെട്ട ഒരു രീതി ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് സത്യത്തിൽ ഈ K. സുധാകരനെ പോലെ വാവിട്ട വാക്ക് പറയുന്ന നേതാക്കന്മാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ചില നേതാക്കന്മാർക്കും ആവേശം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നേതാക്കന്മാർ പോലും ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾക്കൊപ്പം നിന്നിട്ടൊന്നുമില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിന്നിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് അങ്ങനെ പരസ്യമായി ഈ മട്ടിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഒരു ചെറുപ്പക്കാരൻ്റെ, അതായത് 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ കഠാര കുത്തി ഇറക്കിയിട്ട് ആ ശരീരത്തിന്റെ ചൂടാറും മുമ്പ്, ആ മൃതദേഹത്തിന്റെ ചൂടാറും മുമ്പ് ആ ചെറുപ്പക്കാരനെ ഗുണ്ടയാണെന്ന് പറയുന്നത്. ഈ ധീരജ് രാജേന്ദ്രന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്, ഉറച്ച കോൺഗ്രസ്സുകാരനാണ്, സുധാകരൻ വോട്ട് ചെയ്യുന്ന ആളാണ്. എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറയുന്നത്. അത് കണ്ടിട്ടാണ് അന്ന് അങ്ങനെ എഴുതിയിട്ടത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. പിന്നീട് ഈ 2023 മുതൽ 2024 വരെയുള്ള ചെറിയ കാലയളവിൽ, അല്ല 2025 വരെയുള്ള കാലയളവിൽ, ആ കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ആവർത്തിച്ച് വഷളനാണെന്ന് തെളിയിക്കുന്നതിന്റെ ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിൽ തന്നെ കിട്ടി. ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിൽ കിട്ടി. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷേ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശമായി നമ്മുടെ ആലപ്പുഴ റിപ്പോർട്ടറോട് പെരുമാറിയ ഒരു ദിവസം. ആലപ്പുഴ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത അല്ല വേറെ കുഴപ്പം പിടിച്ച വാർത്തയൊന്നുമില്ല. ഒരു വാർത്ത ചെയ്തു എന്നതിന്
ആലപ്പുഴ റിപ്പോർട്ടറെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് വേദിയിലേക്ക് വിളിച്ചു വരുത്തി ബാക്കി മുഴുവൻ പേരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ്. പക്ഷെ അയാൾ നല്ല മറുപടി കൊടുത്തു. ആലപ്പുഴ റിപ്പോർട്ടർ നല്ല മറുപടി തിരിച്ചു കൊടുത്തു. മറുപടി തിരിച്ചു കൊടുത്തത് വേറൊന്നുമല്ല, ഇയാൾ പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെ വ്യാജമായിട്ട് ഒരു വാർത്ത ഞാൻ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഈ റിപ്പോർട്ടർ തിരിച്ചു പറയുന്നുണ്ട്, അല്ല വ്യാജമുണ്ടാക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായ ആ നിമിഷം നമ്മളെ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു രാഷ്ട്രീയ നേതാവാകാൻ ഒരു മുതിർന്ന നേതാവായി ഭാവിയിൽ മാറേണ്ടുന്ന ഒരാൾ അയാൾ അനാവശ്യമായി ട്രോളേണ്ടതില്ല. പിന്നെ നമുക്കിടയിൽ നടക്കുന്ന ഒരു തർക്കം അങ്ങനെ ഒരു വാർത്തയാക്കി കൊടുക്കേണ്ടതുമില്ല. ആ രീതിയിൽ അപ്പോൾ ആ സമയത്ത് അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മോശം രാഷ്ട്രീയക്കാരനാണെന്ന് അന്ന് ഞാൻ പറഞ്ഞ നിലപാടിൽ തന്നെ ഇന്ന് ഉറച്ചിക്കാണ്. മോശം രാഷ്ട്രീയക്കാരെന്ന് മാത്രമല്ല, 6 വർഷം കൂടിയാണ്, അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ 2023 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി വരുന്ന ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, JS അഖിലിനെ പോലെ ഒരു നേതാവിനെ, അടിയുറച്ച് A ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി അടക്കം കരുതുന്ന ഒരു നേതാവിനെ, ആ നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് ഷാഫി പറമ്പിലിനോട് അഭ്യർത്ഥിച്ചിട്ട് ഷാഫി പറമ്പിൽ കൈ കൊടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ കൈതട്ടി മാറ്റിയിട്ടാണ് ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈപിടിച്ച് കയറ്റുന്നത്. ഇതൊന്നും ആരും മറന്നുപോയിട്ടൊന്നുമില്ല. ഇത് ഈ കോൺഗ്രസ്സുകാരും മറന്നു പോയിട്ടില്ല, നമ്മൾ ആരും മറക്കുന്നില്ല. നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം അടുത്തു നിന്ന് കാണുകയും എന്താണ് സംഭവിക്കുന്നത് നോക്കുന്ന ആളുകളല്ലേ. JS അഖിലിനെ ഒഴിവാക്കി ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് ഷാഫി പറമ്പിൽ, കാരണം അറിയാം ഉമ്മൻചാണ്ടി ഇനി ഈ സംവിധാനത്തെ നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശേഷിയോടെ തിരിച്ചു വരില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഷാഫി അങ്ങനെ നിസ്സാരമായി ഉമ്മൻചാണ്ടിയുടെ കൈതട്ടി മാറ്റിയിട്ട് ഈ ഇദ്ദേഹത്തിന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക. അത് ആരൊക്കെയാണ് ഷാഫി ആ സമയത്ത് ചാടുമ്പോൾ ആരെയൊക്കെയാണ് മാറ്റി നിർത്തുന്നത്? ബെന്നി ബെഹനാനെ പോലെ ഒക്കെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം അഭ്യർത്ഥിക്കുന്നുണ്ട് JS അഖിലിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം അത് മാറ്റിയിട്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഷാഫി പറമ്പിൽ പറഞ്ഞത്, നമ്മൾ ഷാഫിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കേണ്ടത്. ഷാഫി പറഞ്ഞതുപോലെ ഞാനും കുറേ പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഇന്നലെ പറഞ്ഞു. ഞാൻ പണിയെടുത്തിട്ടുണ്ട് എന്ന്. ഏത് പണിയിലാണ്? ആ പണിയുടെ കേസ് വേറെ നടന്നുകൊണ്ടിരിക്കുക. ഈ വ്യാജരേഖ ചമച്ച കേസ് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2023 വരുന്ന ആൾ 2024 സംഘടനയെ മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ? അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് ഒരു യാത്ര തുടങ്ങി. കൊച്ചിയിലെത്തിയപ്പോൾ, എറണാകുളത്തെത്തിയപ്പോൾ ഈ പാലക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അന്ന് പോയതാണ്. ആ യാത്രയെ പാതി വഴിയിൽ നിർത്തി. സംഘടനയെ അങ്ങേറ്റം ദുർബലമാക്കി. ഈ തെറിസംഘം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശക്തി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ നിലനിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ ദിവസം വരെ ഞാൻ പറഞ്ഞു, ഇന്നലെ വരെ നമ്മുടെ റിസപ്ഷനിലേക്ക് വന്നിരുന്ന തെറി ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ സ്വഭാവത്തിലാണ് ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർത്തിയെടുത്തത്, നിലനിർത്തിയത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഞാനിപ്പോൾ ദൈവവിശ്വാസിയൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും സനീഷ് പറഞ്ഞതുപോലെ ഏതോ ഒരു അജ്ഞാത ശക്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രതിഷേധങ്ങളും ഈ അതിജീവിതമാരുടെ ശക്തമായ നിലപാടുകളും തന്നെയാണ് ആ കാര്യത്തിൽ കോൺഗ്രസിനെ രക്ഷിച്ചെടുത്തത്. കോൺഗ്രസ് നന്ദി പറയേണ്ടത് ഈ അതിജീവിതമാരോടാണ്. കാരണം ആദ്യത്തെ ആൾ രംഗത്ത് വരുന്നു. ആദ്യത്തെ ആളെന്നല്ല, അതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട പേര് റിനിയുടെയാണ്. റിനിയെ പോലെ ഒരാൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയുള്ളൂ. ആ റിനി അത് പറയുന്നതിന് മുൻപ് തന്നെ ഈ തെളിവുകളും കാര്യങ്ങളും എല്ലാം മാധ്യമങ്ങളുടെ കയ്യിലുണ്ട്. മാധ്യമങ്ങളും ആ സമയത്തൊരു ഇത് എവിടെ തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. റിനി ഇത് പരസ്യമായി പറയുന്നു. റിനിക്കെതിരെ അതിരൂക്ഷമായ ഈ തെറി സംഘത്തിൻ്റെ ആക്രമണം വരുന്നു. അതിനുശേഷം ഇത് വിശദമായി ഈ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ആ തെളിവുകൾ നമ്മൾ 2 മാധ്യമങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. അതിനുശേഷം മറ്റുള്ള മാധ്യമങ്ങളും അതിൻ്റെ ആ തെളിവുകളുടെ പിന്നാലെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാവരും മടിച്ചു നിന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മുഖ്യമന്ത്രി ആവേണ്ട ആളാണെന്ന് ഇയാൾ തന്നെ ഈ പല കുട്ടികൾക്കും മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്, ഭാവിയിൽ മുഖ്യമന്ത്രി ആകേണ്ട ആളാണെന്ന്. അപ്പോൾ ആ കക്ഷി ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ ആദ്യം ഒരു കരുതൽ സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കും. ആ കരുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ തൊട്ട് പിന്നാലെ തെളിവുകളുടെ പൂരമാണ് ഇങ്ങ് വരുന്നത്. അതിലെല്ലാവരും ഒരുമിച്ച് നിന്നു, എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് നിന്നു. അത് മാത്രമല്ല, പിന്നീട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ ആദ്യം സംസാരിച്ചവരെ എല്ലാം ഈ സമയത്ത് നമ്മൾ ഓർത്തു പോകണം. സനീഷ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെയും ഒക്കെ പേര്, ആ പേരുകളിലേക്ക് നമ്മൾ അടുത്തതിൽ പോകുന്നത് കൊണ്ട് അതിലേക്ക് തൽക്കാലം ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ഒരാളുടെ വലിയ തകർച്ച എന്ന നിലയ്ക്ക് കൂടിയാണ്. ഒരാൾ ആ നിലയ്ക്ക് തകർന്നു, സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് ഈ നിലയ്ക്ക് തകർന്നു എന്നതിന് കൂടിയാണ് ഈ ദിവസം സാക്ഷ്യം വഹിക്കുന്നത്. ഹൂ കേഴ്സ്? ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഹങ്കാരത്തിൽ മുങ്ങി നിവർന്ന മറുപടി ഇതായിരുന്നു, ഹൂ കേഴ്സ്. ഇതായിപ്പോൾ കേരളം പറയുന്നു, ഇവിടുത്തെ നീതിബോധമുള്ള സകല മനുഷ്യർക്കും നിങ്ങളുടെ മോശം പ്രവർത്തികളെപ്പറ്റി ആശങ്കയുണ്ടായിരുന്നു. സർക്കാരും പോലീസും സമൂഹവും പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ അപൂർവം ചിലരും ഒഴികെ സകലരും, എവറിബഡി കേഴ്സ്. സമാനതകളില്ലാത്ത ലൈംഗിക വൈതൃകങ്ങളുടെ
വൈകൃതങ്ങളുടെ പരമ്പര തീർത്ത കേസിലെ പ്രതിയെന്നാകും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തുക. നീചവും പൈശാചികവുമായ, അങ്ങനെ മാത്രം സ്ത്രീകളെ ശരീരമായി മാത്രം കണ്ട് സമീപിച്ച നികൃഷ്ടനായാകും അയാൾ ഇനി അറിയപ്പെടുക. ഇത്രയും മോശക്കാരനായിട്ടും അയാളെ തോളിലേറ്റാനും വാഴ്ത്തിപ്പാടാനും സമൂഹ മാധ്യമങ്ങളിൽ അയാൾക്കായി വക്കാലത്തേറ്റു പിടിക്കാനും ആളുകൾ ഉണ്ടായി എന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ്. ഇനി ഇതിനകത്ത് കുറെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് കൂടി നമ്മൾ പറയാം. ഒരൊറ്റയാള് കമാന്ന് മിണ്ടിയിട്ടില്ല. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ പലവട്ടം പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ ഇന്ന് ഉച്ചവരെ സമയം വേണ്ടി വന്നു കോൺഗ്രസിന്. ആ തെറ്റ് കേരളം തിരുത്തുകയാണ്. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ വ്യക്തിശുദ്ധിയും മാന്യതയും അന്തസ്സും നോക്കാതെ സകലർക്കുമുള്ള, അങ്ങനെ നോക്കാത്ത സകലർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അനിവാര്യമായ പതനം. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൻ്റെ തന്നെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇടവേളയിൽ